പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം പഴുത്ത് നല്ല പറിക്കാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് മറ്റൊരു സ്റ്റോറി ഉണ്ട്. ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഒരു ചെറിയ തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ച് പോലെ വളർന്നു. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് എന്തോ നല്ലൊരു കൂടിയ സൈസ് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ചെടിയാണെന്ന് ഓർത്ത് വേനൽക്കാലത്തെല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ചു. പക്ഷേ ഇതിങ്ങനെ പടർന്ന് പോവല്ലാണ്ട് അതിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇനി വെട്ടിക്കളയാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ മുള്ളെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മുള്ളാണ്. മേത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ കൈ മുറിയുകയും ചെയ്യും, നല്ല രീതിയിൽ ബ്ലഡ് വരികയും ചെയ്യും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, റോസേനേക്കാളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള മുള്ളാണ്. അപ്പോൾ അങ്ങനെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചെറിയൊരു മുട്ട് പോലെ എന്തോ ഒന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതൊരു കുറച്ചുകൂടി വലുതായി. അങ്ങനെ വലുതായി വലിയൊരു പൂ പോലെയായി, താമര പോലത്തെ വലിയൊരു പൂ പോലെയായി. പിന്നെ അത് വാടി. പിന്നെ അതിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വലുതായി പച്ച കളറിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കളറും ചേഞ്ച് ആവാൻ തുടങ്ങി. ചേഞ്ചായി ലാസ്റ്റ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു കളറിലേക്ക് വന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയില്ല ഇതിന് എത്ര നാൾ പഴുക്കണം, ഇതൊന്നും നമുക്കറിയില്ല. ഇതാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ. താമര പോലെ നല്ല രസമുണ്ട്, നല്ല താമര പോലെ നല്ല വലിയൊരു പൂവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പഴുക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് പഴുത്ത് പറിച്ച് നോക്കിയപ്പോഴാണ് നല്ല മധുരം. പക്ഷേ ഇത് ആദ്യം കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഫോട്ടോയൊക്കെ വാട്സപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു മധുരവും ഇല്ല, പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റാണ്, നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്, വൈറ്റ് കളറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് ഭയങ്കര നിരാശയായിപ്പോയി, ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ടാണല്ലോ എന്ന്. പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങളും എല്ലാം മനസ്സിലാവാൻ തുടങ്ങിയതും. ഇനി ഇത് എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടേണ്ടതെന്നൊക്കെ മമ്മി നോക്കി വേറെ കുറേ നട്ടിട്ടുണ്ട്. അതൊന്നും ഇതുവരെ കാച്ചിട്ടില്ല. 16 മുട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ ഒരു മഴ വരുന്ന സീസണിൽ ഒരു കാറ്റത്ത് ഇത് മൊത്തം നിലത്തടിച്ച് വീണു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കോലൊക്കെ വെച്ച് ഞാനും പപ്പയും കൂടി അത് പൊക്കിയെടുത്തു. അതിൽ ഒരു 6 ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ അടിച്ച് വീണ ഒരു ഇതിൽ മൊത്തം പോയി. ഇപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറിച്ചപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി, കുറച്ച് ഭാഗം അതിനകത്ത് തണ്ടിനകത്ത് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പകുതി മുറിഞ്ഞു പോയി. നല്ല വലിയതാണ് കേട്ടോ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും വലിയ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിന് മുന്നേ പറിച്ച ഒരെണ്ണത്തിൽ ചെറിയൊരു സൈസ് കുറവുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ കളറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പിങ്ക് കളറാണ്, അതുപോലെ തന്നെ മധുരമുണ്ട്. കൈയൊക്കെ നല്ല റെഡായിട്ട് വരും, നാക്കൊക്കെ റെഡാവും. മുറിക്കുമ്പോഴും അതേ കളർ തന്നെയാണ് ഇതിന്. ടേസ്റ്റ് എന്ന് പറയാൻ ഇപ്പോൾ വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റ് നാക്കിലേക്ക് നമുക്കിങ്ങനെ രുചിയായിട്ട് വരില്ല. പക്ഷെ മധുരമുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് കാരണമാണ് ഇതിങ്ങനെ താഴ്ന്ന് കിടക്കണത്. നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം. ഡ്രാഗൺ ഫ്രൂട്ട് വെളിയിലൊക്കെ നമ്മൾ വാങ്ങിച്ച എല്ലാത്തിനും നല്ല വില കൂടിയ ഒരു ഫ്രൂട്ടാണിത്. സാധാരണ ഒരു ഓറഞ്ചോ ആപ്പിളോ വാങ്ങിക്കണ പോലെയല്ല. പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ നമുക്ക് കഴിക്കാൻ പാകത്തിനേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ വെളിയിലേക്ക് കൊടുക്കാറില്ല. നല്ല ഗുണമുള്ള ഇതാണ്. ഇതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ കണ്ടോ, ഞാൻ ആ പറിച്ച് ബാക്കി വന്ന ഭാഗത്ത് എത്ര മിനിറ്റുകൾക്കുള്ളിൽ ഉറുമ്പ് കൂടിയേക്കണം നോക്കി. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് പറിച്ചെടുത്തു. ഇപ്പോൾ ഇന്ന് 3 കിട്ടിയുള്ളൂ. ഇനി ഇത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കണത്. എന്നിരുന്നാലും അതിൻ്റെ ആ ഇടയ്ക്ക് എൻഡിൽ ചെറിയൊരു ഹോള് പോലെ, അകത്തേക്കല്ല വെളിയിൽ അതിൻ്റെ തണ്ടിൻ്റെ പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു പോണ ഭാഗത്ത് കണ്ടോ ചെറിയൊരു ഹോള് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ പ്രാണികളൊക്കെ ഇരുന്ന കൊള്ളില്ലല്ലോ എന്ന് ഓർത്തിട്ട് നന്നായിട്ട് എന്ത് ഫ്രൂട്ട്സ് കിട്ടിയാലും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കഴുകി തന്നെ, വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിലും കഴുകി തന്നെ നമ്മൾ യൂസ് ചെയ്യണതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഒരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് മാത്രമേ കഴുകുന്നുള്ളൂ കേട്ടോ. എല്ലാം നന്നായിട്ട്, വേറെ പ്രത്യേകിച്ച് അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. നിലത്തൊന്നും മുട്ടാത്ത രീതിയിലല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ അഴുക്കൊന്നുമില്ല. നല്ല രീതിയിൽ ജസ്റ്റ് അതിൻ്റെ ആ വിടവിലൊക്കെ എന്തെങ്കിലും ചെറിയ അട്ടയോ പുഴു എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ വൃത്തിയായല്ലോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു തവണ ഞാൻ നോക്കിയപ്പോൾ ചെറിയ കുഞ്ഞൊരു പ്രാണി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ച് കാണിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ കളറ്, ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളതൊക്കെ കാണിച്ചു തരാം.
ഫസ്റ്റ് തന്നെ ഞാൻ ആ സൈഡിലുള്ള ഒരു ഭാഗം മുറിച്ച് കളയും കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുഴുവനായിട്ട് കട്ട് ചെയ്യാണ്. കണ്ടോ, ഇതിൻ്റെ കളർ നോക്കി എത്ര നല്ല ഡാർക്ക് കളറാണെന്നുള്ളത്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഫ്രൂട്ട് ഫുള്ളായിട്ട് കഴിച്ചാൽ യൂറിൻ വരെ 2 ദിവസത്തേക്ക് പിങ്ക് കളറായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈവൻ ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചാൽ കൂടി നമുക്ക് ആ ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എത്രത്തോളം അത് നമ്മുടെ ബോഡിയിലേക്ക് എത്ര എഫക്റ്റീവാണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാലും, ഈവൻ കൃഷിഭവനിൽ നിന്നാണെങ്കിലും, നിങ്ങൾ ഓരോന്നെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നൊരു ഫ്രൂട്ട് ഉണ്ടായി കഴിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ വീട്ടിലെല്ലാ കൃഷിയും നോക്കുന്നത് മമ്മിയാണ്. അപ്പോൾ മമ്മിയുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് നടണം, കഴിക്കണം, ടേസ്റ്റ് ചെയ്യണം.